ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, ഹാപ്പിനെസ്സും ഗ്രേറ്റ്ഫുൾനെസ്സും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത്. ഹാപ്പിനെസ്സും ഗ്രേറ്റ്ഫുൾനെസ്സും വളരെ വളരെ അഭൂതപൂർവമായ ഒരു ബന്ധമുണ്ട് അത് രണ്ടും തമ്മിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഹാപ്പിനെസ്, എന്താണ് ഗ്രേറ്റ്ഫുൾനെസ് എന്ന്? ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന്? ഇപ്പൊ ഞാൻ 100 പേരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 99% ആൾക്കാരും പറയും ഓക്കെ, ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അവിടെ ഗ്രേറ്റ്ഫുൾനെസ്സും ഉണ്ടാവുമെന്നല്ലേ. നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും അങ്ങനെയാണോ? ഹാപ്പിനെസ് ഉള്ളിടത്താണോ ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാവുന്നത്? ഒരിക്കലും അല്ല. നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ, നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ഹൃദയംഗമമായിട്ട്, അതായത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നമുക്ക് പഠിച്ചു തമ്പുരാനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുമ്പോഴാണ് നമുക്ക് ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാവുന്നത്. ആ നന്ദി നമ്മൾ പറയുന്നത് അധികരിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയാനാ, നിർവചിക്കാൻ പറ്റാത്തത്ര അനുഗ്രഹങ്ങൾ പടച്ചവൻ യൂണിവേഴ്സ് നമുക്ക് തരുന്നത്. ആ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവുന്നത്, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്. SRM അക്കാഡമിയിൽ നിന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായതാണ്. ഞാൻ ലൈഫ് കോച്ചായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാത്രം സ്ട്രഗിളിങ്ങിൽ കൂടിയാണ് മുന്നേ കടന്നു പോയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പ്രപഞ്ചശക്തിക്കും അറിയാം. ആ ഒരു സ്ട്രഗിളിൽ നിന്നും ഞാൻ ഇപ്പോൾ ലഭിക്കുന്ന ഇത്രയും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ട്, നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. ഇപ്പൊ നിങ്ങൾ ബിസിനസ് തകർന്നവരാകട്ടെ, നിങ്ങൾ ലൈഫിൽ പരാജയപ്പെട്ടവരാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ട്, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ ഒരു സ്ട്രഗിളിൽ നിന്ന് നമുക്ക് കരകയറി വരാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് വഴികാട്ടിയായി നമുക്കൊരാൾ കൂടെയുണ്ട് എങ്കിൽ, നമുക്ക് പറഞ്ഞു തരാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ കൂടെയുണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ പറ്റും. എനിക്ക് ഇന്നിവിടെ ഈ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നാളെ മുതൽക്ക് 30 ഡേയ്സ് ചലഞ്ച് തുടങ്ങാൻ പോവാണ് കേട്ടോ. ഒരു 30 ഡേയ്സ് ചലഞ്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന 30 ഡേയ്സ് ചലഞ്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. നാളെ തൊട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം. 30 ഡേയ്സ് ആകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾ എന്നെ അറിയിക്കണം കമന്റ് ബോക്സിലൂടെ. ഓക്കെ, ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഓരോ ദിവസവും ഞാൻ Day 1 തൊട്ടിട്ട് Day 30 വരെ നിങ്ങൾക്ക് നമ്മുടെ ചലഞ്ചസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഡണ്ണെങ്കിൽ ഡണ്ണെന്ന് പറയണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് പിന്നെയും അത് ഇടാനുള്ള ഒരു എന്താ പറയാ ഇൻസ്പിറേഷൻ കിട്ടുന്നത്. കാരണം വെച്ചാൽ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുമല്ലോ, അപ്പോഴല്ലേ നമ്മുടെ ഒരു ദൗത്യം പൂർത്തിയാവുന്നത്. മീൻസ് എനിക്ക് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും നല്ല ഹാപ്പി ആയിരിക്കണം. അപ്പോഴാണ് എനിക്ക് ഹാപ്പി ആവാൻ പറ്റുക കേട്ടോ. ഞാൻ എന്താണെങ്കിലും എൻ്റെ ഒരു ഫ്രീ വെബിനാർ, എൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഫ്രീ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് August 10 മുതൽക്ക് August 16 വരെയാണ്. ഇന്ത്യൻ ടൈം 9 PM ആണ്. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വെബിനാർ ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യുവാണ്. കാരണം കുറച്ചെങ്കിലും ഒരു മീൻസ് കുറച്ച് ആൾക്കാരെങ്കിലും അവരുടെ ലൈഫിൽ ഒന്ന് വെളിച്ചം പകരാൻ കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുറച്ചു പേർക്കെങ്കിലും ഒന്ന് സഹായം ചെയ്യാൻ പറ്റിയാൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, ശരിക്കും നമുക്ക് കിട്ടിയ അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് കിട്ടിയ അറിവിനൊരു മഹാത്മ്യം ഉണ്ടാവുന്നത്, അല്ലേ? നമുക്ക് കുറെ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായി, അത് ഓക്കെ, വേറെ ആരും നേരെ ആവണ്ട, എല്ലാവരും അങ്ങനെ സ്ട്രഗിളിൽ തന്നെ ഇരുന്നോട്ടെ, അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ക്യാരക്ടർ അതല്ല. തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും എല്ലാവരെയും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ 1-to-1 സെക്ഷൻ ഉണ്ട്.
1-to-1 സെക്ഷനിൽ ഓൾസോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1-to-1 സെക്ഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് 1-to-1 സെക്ഷൻ. തീർച്ചയായിട്ടും നമുക്ക് വഴികാട്ടിയായി നമുക്കൊരാൾ കൂടെയുണ്ട് എങ്കിൽ, നമുക്ക് പറഞ്ഞു തരാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ കൂടെയുണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ പറ്റും. എനിക്ക് ഇന്നിവിടെ ഈ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. എന്താണ് 1-to-1 സെക്ഷൻ? 1-to-1 സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ട് കേട്ടോ. ആ പാറ്റേണിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയി നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ലൈഫിൽ അച്ചീവ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മളിത് കണ്ടെത്തും. അതുപോലെ തന്നെ ആ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ അതിലേക്കുള്ള ആക്ഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ, ഇപ്പം ഒരു 10 ഇയർ കൊണ്ട് നേടുന്നത് 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനകത്ത് കുറച്ച് എഫേർട്ട് ഇടണം. എങ്ങനെ നമ്മൾ എഫേർട്ട് ഇടുന്നത്? നമുക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഇതിനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത് വരെ തീർച്ചയായിട്ടും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഹാപ്പിനെസ്സും ഗ്രാറ്റിറ്റ്യൂഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചല്ലേ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ എന്നെ അറിയിക്കുക. എനിക്കറിയണമല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്. ഞാനിങ്ങനെ ഡെയിലി വന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ട് കാര്യമായില്ലല്ലോ. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, ആരെങ്കിലും ഒരാളിനെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാൽ അൽഹംദുലില്ലാ ഞാൻ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. ഓക്കെ, ഹാപ്പിനെസ് ഉള്ളിടത്ത് ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ട് എന്നല്ലേ. ബട്ട് ഒന്നും കൂടെ ചിന്തിച്ചു നോക്കിയേ, ശരിക്കും ഹാപ്പി ആയിട്ടുള്ളവരെല്ലാം ഗ്രേറ്റ്ഫുൾനെസ് ആയിട്ടുള്ള ആൾക്കാരാണോ? എക്സാമ്പിൾ, ഒരു വിശന്നിരിക്കുന്ന ഒരാളെന്ന് വിചാരിച്ചു, നല്ല വിശന്നിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നമ്മളൊരു ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ്. ശരിക്കും നമ്മൾ ഒരു പാക്കറ്റ് ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ്. ആ പുള്ളിക്കാരൻ അത് വാങ്ങുമ്പോൾ അതൊരു ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുത്താണ്. വിശന്നിരിക്കുന്ന ഒരുത്തന്, അവൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വിശന്നിരിക്കുന്ന ഒരാളിന് നമ്മൾ ഈ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? റിയലായിട്ട് നമ്മൾ കൊടുത്തു, അതൊരു ഗിഫ്റ്റായിട്ട് അവർക്ക് കിട്ടി ഇല്ലേ? അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ എന്തോ വരും? ദാറ്റ് റൈസസ് ദ ഗ്രേറ്റ്ഫുൾനെസ് ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഗ്രേറ്റ്ഫുൾനെസ് വരും ഓട്ടോമാറ്റിക്കലി. അതാണ് ഗ്രേറ്റ്ഫുൾനെസ്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? റിയലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം, അതൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുവാണ്. നമ്മുടെ ഹൃദയത്തില് ഗ്രേറ്റ്ഫുൾനെസ് അറിയാതെ തന്നെ നമ്മൾക്ക് വരും. അതാണ് റിയലി ഗ്രേറ്റ്ഫുൾനെസ്. ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് നമുക്കത് കിട്ടിയപ്പോൾ സ്പോണ്ടേനിയസ്ലി നമ്മുടെ ഹാർട്ടിലേക്ക് എന്തോ വന്നു? ഗ്രേറ്റ്ഫുൾനെസ് വന്നു. ആ ഗ്രേറ്റ്ഫുൾനെസ്സിൽ കൂടെ നമുക്ക് എന്തോ കിട്ടി? ഹാപ്പിനെസ് കിട്ടി. See how it is connected. രണ്ടും എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാവുന്നത്, നന്ദി ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി, അത് റിയൽ ആയിട്ട് കിട്ടി നമുക്ക്. അപ്പോൾ നമുക്ക് എന്തും വന്നു? നമ്മുടെ ഹാർട്ടിൽ ഗ്രേറ്റ്ഫുൾനെസ് വന്നു. ഈ ഗ്രേറ്റ്ഫുൾനെസ് വന്നപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഹാപ്പിനെസ്സും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ് അല്ലേ? നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഓരോ നിമിഷവും. അപ്പോൾ നമുക്ക് ഗിഫ്റ്റായിട്ട് വാല്യുബിൾ ആയിട്ടുള്ളത് എത്രത്തോളം വാല്യൂ ആണ് ഈ നിമിഷം. നമ്മുടെ ഒന്ന് ശ്വാസം നിലച്ചു പോയാൽ നമുക്ക് പിന്നെ എന്താ ഉള്ളത്? നമുക്ക് കഴിഞ്ഞില്ലേ നമ്മുടെ കാര്യം. അപ്പം ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് തന്നെ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള മൊമെന്റ് ആണ്. ഈ വാല്യുബിൾ ആയിട്ടുള്ള മൊമെന്റ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുവാണ്. പ്രപഞ്ചശക്തി നമുക്ക് ഗിഫ്റ്റായിട്ട് തരുവാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവണം? ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാകണം. അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ്സും ഉണ്ടാവും. ഓക്കെ, സോ എന്താണെങ്കിലും ഞാൻ വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോയി നിങ്ങളെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ടൈം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ തൊട്ട് തന്നെ നമുക്ക് 30 days ചലഞ്ച് സ്റ്റാർട്ടാക്കാം. അതുപോലെ തന്നെ ഫ്രീ വെബിനാർ, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൂം മീറ്റിങ്ങിൻ്റെ ഐഡിയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ഫ്രീ ആണ് കേട്ടോ, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു.